നമുക്ക് ഈ കോൺഗ്രസ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ പണമിറക്കി അട്ടിമറിക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഇന്ന് പൂത്തൃക്ക പഞ്ചായത്തിൽ നടന്നത്. പൂത്തൃക്ക പഞ്ചായത്തിലെ 6 മറ്റ് മെമ്പർമാരാണ് നമ്മോടൊപ്പം ഇരിക്കുന്നത്. ഇവർ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കുകയായിരുന്നു. മാർച്ച് മാസം 27-ാം തീയതി വൈകുന്നേരം 6:45 മണിക്ക് ഇന്ന് ഈ പൂത്തൃക്ക പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു എന്ന് പറയുന്ന പൂജ കോലഞ്ചേരി ജംഗ്ഷനിൽ വന്നു. സജീന്ദ്രൻ, മുൻ MLA സജീന്ദ്രൻ്റെ വെള്ള ഇന്നോവ കാറിൽ കയറുകയാണ്. ആ കാറിൽ CP ജോയ് DCC സെക്രട്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ കാറിൽ കയറി ഇവർക്ക് ഓഫർ ചെയ്തത്, കാരണം ഇവർക്ക് 5 ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തത്. അതുകൂടാതെ 7 ലക്ഷം രൂപയുടെ സഹകരണ ബാങ്കിൽ, പൂത്തൃക്ക സഹകരണ ബാങ്കിൽ അവർക്ക് 7 ലക്ഷം രൂപയുടെ ലോണും പലിശയും ഉണ്ടായിരുന്നു. അപ്പോൾ ഡീല് എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയും പലിശയും ഞങ്ങൾ അടച്ചുകൊള്ളാം, അതുകൂടാതെ ഈ രാജിവെക്കുന്നതിന് 5 ലക്ഷം രൂപ പ്രതിഫലമായിട്ട് തരാം. ഇത് ആസൂത്രണം ചെയ്തത് ഈ പറയുന്ന ബാങ്കിൻ്റെ പ്രസിഡന്റ്. അവർക്കെന്താണ്, അവർ നോട്ടീസ് കൊടുത്തു, ഇത് അടയ്ക്കാൻ പറഞ്ഞു. അനീപൻ കുന്നത്ത്, അതുപോലെ പൂത്തൃക്ക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പീറ്റർ കപ്പളശ്ശേരി, ഇവർ 2 പേരുമാണ് ഇതുമായിട്ട് ചർച്ച നടത്തി ഈ ഡീൽ ഉറപ്പിക്കാനായിട്ട് നോക്കിയത്. അങ്ങനെ പറഞ്ഞനുസരിച്ച് 27-ാം തീയതി വൈകുന്നേരം 6:45 മണിക്ക് പൂജയെ കോലഞ്ചേരി ജംഗ്ഷനിൽ വരുന്നു. സജീന്ദ്രൻ കാറിലുണ്ട്, CP ജോയ് DCC സെക്രട്ടറി കാറിലുണ്ട്. ഇവരുമായിട്ട് സംസാരിച്ച് ഡീൽ ഉറപ്പിക്കുന്നു. അതിനുശേഷം ഉറപ്പിച്ചതിന് ശേഷം അവർ അതിൻ്റെ അടുത്ത് തന്നെയുള്ള അവരുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് അത് ഫൈനലാക്കി 29-ാം തീയതി രാജി കൊടുക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. ഈ വിവരം അന്ന് തന്നെ എനിക്ക് കിട്ടി. 28-ാം തീയതി രാവിലെ 7 മെമ്പർമാർ, പൂജയടക്കം ഞാനിവിടെ വിളിപ്പിച്ചു. എനിക്ക് കിട്ടിയ റെക്കോർഡുകൾ ഇതാണ് ഡീല് എന്ന് പറഞ്ഞ് ഞാൻ അവരെ അത് കേൾപ്പിച്ചു. അന്ന് വൈകിട്ട് 28-ാം തീയതി അന്ന് ഓർക്കണം. അപ്പം അവർ പറഞ്ഞു, ഇല്ല, ഞാൻ പാർട്ടിയെ വഞ്ചിക്കില്ല, ഞാൻ ജനങ്ങളെ വഞ്ചിക്കില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞ് ഇവിടെ ഞാൻ ആ ഡീൽ അറിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഡീലിൽ നിന്ന് പിന്മാറി. ഇന്നലെ വീണ്ടും ഇവർ തുടർച്ചയായിട്ട് ഇവരെ സമീപിച്ചുകൊണ്ടിരുന്നു. 5 ലക്ഷം എന്നുള്ളത് 10 ലക്ഷമാക്കി ഉയർത്തി. അതുകൂടാതെ 7 ലക്ഷം ലോണും അതിൻ്റെ പലിശയും അടച്ചു തീർത്തോളാം എന്ന് എഗ്രി ചെയ്തു. അങ്ങനെ ഏതാണ്ട് 20 ലക്ഷം രൂപയുടെ ഡീലാണ് ഇവിടെ നടന്നിരിക്കുന്നത്.